നമസ്കാരം. സാർ, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ ഒരു ആഴ്ചകളായിട്ട് അവരുടെ പല സംസ്ഥാനത്തെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകൾ കേട്ട് കഴിഞ്ഞാൽ ഇവർ പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലേക്കാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തിൽ? ഞാനും ഈ വിഷയം കാര്യമായി ശ്രദ്ധിച്ചിരുന്നു. എനിക്കതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, പാകിസ്ഥാൻ ജനിക്കാനുള്ള കാരണം, കാശ്മീർ ഒരു വിഷയമാവാനുള്ള കാരണം നെഹ്റു കുടുംബമാണ്. ഈ നെഹ്റു കുടുംബം കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിട്ട് ആദ്യത്തെ പ്രധാനമന്ത്രിയാവുകയും പിന്നീട് സന്തതി പരമ്പരകളെ മുഴുവൻ പ്രധാനമന്ത്രിമാരാക്കുകയും ചെയ്ത അതിവിദഗ്ധമായ ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിമാണ്. അതായത് നെഹ്റു കുടുംബം എന്ന് പറയുന്നത് ഒരു മുസ്ലിം കുടുംബമാണ്. ആ ഐഡന്റിറ്റി അവർ മറച്ചു വെച്ചിട്ടാണ് ബ്രാഹ്മണനാണ്, നെഹ്റുവാണ്, അല്ലെങ്കിൽ ഗാന്ധിയാണ് എന്നൊക്കെ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് നാടകം കളിക്കുന്നത്. ഇത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോട്ടിലാൽ നെഹ്റുവിന്റെ പിതാവ് ഇത്രയും ഒന്ന് അന്വേഷിച്ചാൽ മതി. മോട്ടിലാൽ നെഹ്റുവിന്റെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും അവർ മുസ്ലിങ്ങളാണ്. പിന്നീട് ഇന്ത്യയുടെ വിഭജനം പൂർത്തിയാക്കുകയും ഇന്ത്യ, പാകിസ്ഥാൻ, കാശ്മീർ എന്ന 3 രാജ്യങ്ങൾ നിലവിൽ വരുത്തുകയും ചെയ്തു. ഇതിന്റെ പിന്നിലും നെഹ്റുവാണ്. നെഹ്റുവിന്റെ പിന്നിലുണ്ട് DNA ഇസ്ലാമിക രക്തമാണ്, അല്ലെങ്കിൽ ജീനാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായി. പക്ഷെ പാകിസ്ഥാൻ കൂടാതെ ഒരു ഒരു കാശ്മീരും കൂടി ഉണ്ടായി. ഈ കാശ്മീരിന് പ്രത്യേക പതാക, പ്രത്യേക ഭരണഘടന, പ്രത്യേക പാർലമെന്റ്, പ്രത്യേക പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കാശ്മീർ ഒരു സ്വതന്ത്ര മുസ്ലിം രാജ്യം, പാകിസ്ഥാൻ മറ്റൊരു സ്വതന്ത്ര മുസ്ലിം രാജ്യം, ബാക്കി വന്നതെല്ലാം കൂടി ചേർത്ത് ഇന്ത്യ എന്നൊരു മതേതര രാജ്യം. ഹിന്ദു രാജ്യമല്ല, മതേതര രാജ്യം. ഈ സൃഷ്ടിക്ക് പിന്നിൽ നെഹ്റുവിന്റെ പിതാവിന്റെ ആ പരമ്പരയുടെയും വ്യക്തമായ മുസ്ലിം അജണ്ട ഉണ്ട്. ആ അജണ്ട ഇന്നും തുടരുകയാണ്. ഇത് കോൺഗ്രസിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഉന്നത നേതാക്കന്മാർക്കെല്ലാം അറിയാം. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നാടകം കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സന്നിഗ്ധമായ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ കേരളം മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഈ നിലപാടിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകാനും പറ്റില്ല. കാരണം അവരുടെ ലക്ഷ്യവും അവരുടെ രക്തവും അവരുടെ DNA അവരുടെ ഇന്നത്തെ നിലനിൽപ്പും മുസ്ലിമിൻ തന്നെയാണ്, മുസ്ലിമിനെ ആശ്രയിച്ചുമാണ്. അതുകൊണ്ട് അവരെപ്പോഴും പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ടിരിക്കും, അല്ലാതെ അവർക്ക് നിർവാഹമില്ല. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. സൗണ്ട് കിട്ടുന്നത് സാറേ, രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലെ ഇപ്പോ നടന്ന പ്രസ്താവനകൾ, പ്രത്യേകിച്ച് കർണാടകയുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അയൽ രാജ്യം മാത്രമാണ്, അതൊരു ശത്രു രാജ്യമല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ കേരളത്തിലുള്ള അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു പോസ്റ്റ് പാകിസ്ഥാനിലെ അവിടുത്തെ ഭീകരന്മാരും അതോടൊപ്പം തന്നെ അവിടുത്തെ സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം ഷെയർ ചെയ്ത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വിഷയം ഒന്ന് മാത്രമാണ്, ഈ പെഹൽഗാം എന്ന് പറയുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടേക്ക് എങ്ങനെയാണ് ഇത്രയും ഭീകരർ നുഴഞ്ഞു കയറിയത്? ഇത് സംശയമുളവാക്കുന്ന കാര്യമാണെന്ന്. ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ അടിക്കാനുള്ള ഒരു വടി കൊടുക്കുന്ന തരത്തിലേക്ക്, ഇത്രയും തരം താന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ദേശീയവാദികളായിട്ടുള്ള ജനങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? കോൺഗ്രസിന്റെ ഓരോ സംസ്ഥാനങ്ങളിലെയും നേതാക്കൾ ഇക്കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാം. അതായത് സിദ്ധരാമയ്യ എന്ന് പറയുന്ന കർണാടകത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് യുദ്ധം വേണ്ട, സമാധാനമാണ് വേണ്ടത്, പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. ഇതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും പങ്കുവച്ചത്. ഒരു പടി കൂടി കടന്ന് നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രത്തിന്റെ കൂടെ രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ചേർത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതായത് എവിടെ പ്രധാനമന്ത്രി എവിടെ? അപ്പോൾ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ഭീഷണിയെ നേരിടുന്ന സമയത്ത് പ്രധാനമന്ത്രിക്കെതിരെ തിരിയുന്ന പ്രതിപക്ഷ നേതാവിനെ കാണണമെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമേ കാണാൻ കഴിയൂ. ഇത് കോൺഗ്രസിന്റെ ഒരു അടിസ്ഥാനപരമായ നയവും
പ്രത്യയശാസ്ത്രവും വിശ്വാസ പ്രമാണവും ആയി മാറിയിട്ടുണ്ട്. അതായത് ഇന്ത്യ വിരുദ്ധത എന്നുള്ളിടത്ത് അടിയുറച്ചു നിൽക്കുക, പാകിസ്ഥാന്റെ പിന്തുണ നേടുക എന്നൊക്കെ. എനിക്ക് സംശയം തോന്നുന്നത് രാഹുൽ ഗാന്ധിക്ക് ഏതായാലും തങ്ങളുടെ പൂർവികന്മാരെ പോലെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്നൊരു തോന്നൽ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ പോയി പ്രധാനമന്ത്രിയാകാൻ ഉള്ള ശ്രമമായിരിക്കും അദ്ദേഹം നടത്തുന്നത്. പാകിസ്ഥാനെ പുകഴ്ത്തുക, ഇന്ത്യയെ വീഴ്ത്തുക, ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കെതിരെ തിരിയുക, ഭരണകൂടത്തിനെ കുറ്റപ്പെടുത്തുക, പട്ടാളത്തെ കുറ്റപ്പെടുത്തുക, ജനതയെ അപമാനിക്കുക. അങ്ങനെ പാകിസ്ഥാനിലെ നേതാക്കന്മാർക്കും അവിടുത്തെ മീഡിയയ്ക്കും വളരെ പ്രിയങ്കരനായി കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി മാറുക. അപ്പോൾ പാകിസ്ഥാനിൽ പോയിട്ട് പ്രധാനമന്ത്രിയാകാനുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉത്തരേന്ത്യയിൽ നിന്നൊരു വലിയ ഒരു സംഭവം ഉണ്ടാവുകയാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ ഇതുപോലെ വലിയ രീതിയിൽ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു തീവ്രവാദ പാക് ഭീകരവാദ സംഘടന നടത്തിയ ഒരു അറ്റംപ്റ്റ്. ഇതിനുശേഷം ഈ കോൺഗ്രസ് നടത്തിയിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നിരവധി ഹിന്ദുക്കൾ ആ പ്രസ്ഥാനത്തോടുള്ള ആ ഒരു പുലബന്ധം വരെ അവസാനിപ്പിച്ചുകൊണ്ട് ആ പ്രസ്ഥാനം വിട്ട് പുറത്തേക്ക് വരികയാണ്. ഇത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നരേന്ദ്രമോദി 2014 പറഞ്ഞ ആ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആ ഒരു വാക്ക് അത് യാഥാർത്ഥ്യമാകുന്നത് ഈ ഒരു സമയത്തായിരിക്കില്ലേ? ലക്ഷണം അങ്ങനെയാണ് കാണുന്നത്. കോൺഗ്രസിനകത്ത് കുടുങ്ങിപ്പോയ പാവപ്പെട്ട ദേശീയവാദികളായ ഹിന്ദുക്കൾ കോൺഗ്രസിനെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതിന്റെ നേതാക്കന്മാരിൽ നിന്ന് വ്യക്തമായിട്ട് വരുന്ന ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്, മനോഭാവം എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് മനസ്സിലായി തുടങ്ങി. അതിന്റെ ഫലമായിട്ടാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിലെ ഹിന്ദുക്കളായിട്ടുള്ളവര് കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന് BJP-യോട് ചേരുന്ന വാർത്തകളും വസ്തുതകളും നമ്മൾ കാണാൻ തുടങ്ങുന്നത്. അതായത് ദേശീയത എന്നുള്ളത് കോൺഗ്രസ് കൈയൊഴിഞ്ഞിരിക്കുന്നു, ഇസ്ലാമിക തീവ്രവാദത്തോട് സന്ധി ചെയ്തിരിക്കുന്നു, അതിനുവേണ്ടി ഇന്ത്യയെ തള്ളിപ്പറയാൻ തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ വിരുദ്ധമായ കോൺഗ്രസിന്റെ മനോഭാവം മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദവും മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. ഈ അവസരത്തിൽ കോൺഗ്രസിനെയും ദേശീയതയെയും അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്കും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തുടരാൻ പറ്റില്ല. കാരണം അവർ കണ്ട കോൺഗ്രസ് ഇതല്ല, അവർ കണ്ട ദേശീയത ഇതല്ല. അതുകൊണ്ട് അവർ കോൺഗ്രസ് ഉപേക്ഷിച്ചു എന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ രാജിവെച്ച് BJP-യിൽ ചേരാൻ പോകുന്ന ദിവസങ്ങളാണ് അടുത്ത ദിവസങ്ങൾ. സാർ, ഇപ്പോ ഈ തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ ടെററിസം എന്ന് പറയുന്ന സംഭവത്തിന് മതമില്ല എന്നുള്ള